Good morning to all. MMO College Mathematics Department WW സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന പെട്രിക്കോർ എന്ന പേപ്പർ പ്രസൻറ്റേഷൻ പ്രോഗ്രാമാണിത്. കുറച്ച് കാലങ്ങളായി ഓരോ വർഷവും നാം വ്യത്യസ്ത തരം പാരിസ്ഥിതിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. 2018 കേരളത്തെ ഭീതിയിലാഴ്ത്തിയ നിപ വൈറസ്, 2019 നിരവധി പേരുടെ മരണത്തിനും വീടില്ലായ്മയ്ക്കും കാരണമായി തീർന്ന വെള്ളപ്പൊക്കം, ഒടുവിൽ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും വ്യാപിച്ച COVID-19. ഇവയെ കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടി WW സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന പേപ്പർ പ്രസൻറ്റേഷൻ പ്രോഗ്രാമായ പെട്രിക്കോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 വർഷമായി നമ്മൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു വൈറസിനെ കുറിച്ചാണ് ഈ പ്രസൻറ്റേഷൻ. മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയൊരു വൈറസ് 2018 കോഴിക്കോടിനെയും മലപ്പുറം ജില്ലയെയും വിറപ്പിച്ചു നിർത്തി. അതെ, നിപ്പ വൈറസ് തന്നെ. നിപ്പ വൈറസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് നിപ്പ വൈറസ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് തുടങ്ങാം. നിപ്പ ഒരു സൂണോട്ടിക് വൈറസാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളെയാണ് നമ്മൾ സൂണോട്ടിക് വൈറസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഒന്നെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയുമാകാം. ഇത്തരത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് നിപ്പ. നിപ്പ വൈറസിൻ്റെ ട്രാൻസ്മിഷനാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നാച്ചുറൽ ഹോസ്റ്റായി നമ്മൾ കണക്കാക്കുന്നത് ഫ്രൂട്ട് ബാറ്റിനെയാണ്. ഒന്നെങ്കിൽ ഫ്രൂട്ട് ബാറ്റിൽ നിന്ന് പന്നിയിലേക്ക് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്ത് പന്നിയിൽ നിന്ന് മനുഷ്യരിലേക്ക്, അല്ലെങ്കിൽ ഫ്രൂട്ട് ബാറ്റ് കഴിച്ച ഫ്രൂട്ട് മനുഷ്യൻ കഴിക്കാനിടയായാൽ മനുഷ്യരിൽ ഈ വൈറസ് എത്തും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ വൈറസ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ നിന്ന് ബാക്കി മനുഷ്യരിലേക്ക് ഈ വൈറസ് പടരും. ഇങ്ങനെയാണ് നിപ്പ വൈറസിൻ്റെ ട്രാൻസ്മിഷൻ പൊതുവെ കണക്കാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നിപ്പ വൈറസിൻ്റെ സ്ട്രക്ചർ. പാരമൈസോവൈറീഡിയ എന്ന ഫാമിലിയിലെ ഹനിപ്പ വൈറസ് എന്ന ഇനത്തിൽപ്പെട്ട ഒരു വൈറസാണ് നിപ്പ. നിപ്പ ഒരു RNA വൈറസാണ്. ഈ വൈറസ് ഒരു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഇത് ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വൈറസിനെ ഒരു അപകടകാരിയായ വൈറസായി കണക്കാക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നിപ്പ വൈറസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ്. ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് നമ്മൾക്ക് സൂചന തരുന്നവയാണ് ഈ സൈൻസ് ആൻഡ് സിംറ്റംസ്. നിപ്പ വൈറസ് ബാധിച്ചവരിൽ വ്യത്യസ്ത തരത്തിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് കണ്ടിട്ടുള്ളത്. അസിംപ്റ്റോമാറ്റിക് ഇൻഫെക്ഷൻ തൊട്ട് മാരകമായിട്ടുള്ള എൻസെഫാലിറ്റിസ് വരെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അസുഖത്തിൻ്റെ ആരംഭത്തിൽ പനി, ചുമ, തൊണ്ടവേദന, തലവേദന, പേശിവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. തലകറക്കം, മയക്കം, ബോധക്ഷയം ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ. ഒരു വൈറസ് ബോഡിയിൽ പ്രവേശിച്ച ശേഷം ലക്ഷണങ്ങൾ കാണിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നിപ്പ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡായി കണക്കാക്കുന്നത് 4 മുതൽ 14 ദിവസമാണ്. എന്നാൽ 45 ദിവസം കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾ കാണിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അടുത്തതായി നിപ്പ വൈറസിൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഇനീഷ്യൽ സിംറ്റംസ് എന്ന് പറയുന്നത് പനി, ചുമ, തലവേദന, തൊണ്ടവേദന തുടങ്ങിയവയാണെന്ന്. ഇവയൊക്കെ തന്നെ നമ്മളിൽ സാധാരണയായി കാണുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സിംറ്റംസ് വെച്ച് നിപ്പ വൈറസ് ബാധയാണെന്ന് ചിലർ അറിയാതെ പോകുന്നു. അങ്ങനെ അവർ സമൂഹമായി ഇടപെടുകയും അത് വലിയൊരു വ്യാപനത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നിപ്പ വൈറസ് സ്ഥിരീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിപ്പ വൈറസ് ടെസ്റ്റിനുള്ള സാമ്പിൾ ശേഖരിക്കുന്നതും വളരെ ശ്രദ്ധയോടു കൂടി വേണം. സാമ്പിളിൻ്റെ അളവ്, വിധം, ശേഖരിക്കുന്ന സമയം ഇവയൊക്കെ തന്നെ സാമ്പിളിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നിപ്പ വൈറസ് സ്ഥിരീകരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് RT-PCR, ELISA, PCR, വൈറസ് ഐസൊലേഷൻ ബൈ സെൽ കൾച്ചർ തുടങ്ങിയവ. അടുത്തതായി കേരളത്തിലെ നിപ്പ വ്യാപനത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2018 കേരളത്തിലെ നിപ്പ വ്യാപനം ഇന്ത്യയിലെ 3ാമത്തെ നിപ്പ വ്യാപനമാണ്. 2001 2007 ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിൽ നിപ്പ സ്ഥിരീകരിച്ചിരുന്നു.
കേരളത്തിൽ ആദ്യം നിപ്പ വൈറസ് സ്ഥിരീകരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. പിന്നീട് അത് മലപ്പുറത്തേക്ക് പടരുകയും ചെയ്തു. പേരാമ്പ്ര സ്വദേശിയായ മുഹമ്മദ് സാബിത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉറവിടം. ശാരീരിക അസ്വസ്ഥതയെ തുടർന്നാണ് മുഹമ്മദ് സാബിത്തിനെ പേരാമ്പ്ര സബ് ഡിവിഷണൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നീട് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ മെഡിക്കൽ കോളേജിൽ വെച്ച് സാബിത്ത് മരണപ്പെടുകയാണ്. അപ്പോഴും മരണകാരണം ഡോക്ടേഴ്സിന് വ്യക്തമായിരുന്നില്ല. പിന്നീട് സാബിത്തിൻ്റെ അതേ രോഗലക്ഷണങ്ങളോടുകൂടി അനിയൻ മുഹമ്മദ് സാലിയെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ഡോക്ടേഴ്സിന് ഇത് നിപ്പയാണെന്ന് സംശയം തോന്നുന്നത്. അങ്ങനെ അവർ ടെസ്റ്റിനായി മുഹമ്മദ് സാലിയിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് മണിപ്പാലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്കും പൂനെയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്കും അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അവിടുന്ന് റിസൾട്ട് വന്നപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് അത് നിപ്പയായിരുന്നു എന്ന്. അപ്പോഴേക്കും സാബിത്തിൽ നിന്ന് 16 പേർക്ക് നിപ്പ പടർന്നിരുന്നു. ആ ആഴ്ചയിൽ തന്നെ സാബിത്തിനെ പേരാമ്പ്ര ഹോസ്പിറ്റലിൽ പരിചരിച്ച നഴ്സ് ലിനി പുതുശ്ശേരി ഉൾപ്പെടെ 10 പേർ മരണപ്പെട്ടു. പിന്നീട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്കും ഇത് വ്യാപിച്ചു. അങ്ങനെ മൊത്തത്തിൽ 18 പോസിറ്റീവ് കേസുകളും 17 മരണങ്ങളുമാണ് 2018 നിപ്പ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴാണ് കേരളത്തിലെ അടുത്ത നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2019 ജൂൺ 4 അത്. കൊച്ചിയിലെ 23 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയിലായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അന്ന് ഇതിനോട് സംബന്ധിച്ച് 300ഓളം പേരെ നിരീക്ഷണത്തിൽ വെച്ചിരുന്നെങ്കിലും ആർക്കും തന്നെ നിപ്പ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതിനുശേഷം ഇന്നിതുവരെ കേരളത്തിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടുത്തതായി നിപ്പ വൈറസിൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഒരു എത്തിനോട്ടമാണ്. ലോകത്ത് ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത് മലേഷ്യയിലെ സുങ്കായ് നിപ്പ എന്ന ഗ്രാമത്തിലാണ്. ഈ വൈറസിന് നിപ്പ എന്ന പേര് ലഭിക്കുന്നതും ഇവിടെ നിന്നാണ്. മലേഷ്യയിലെ ഒരു കൂട്ടം പന്നി കർഷകരിലായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 1999 ഈ വ്യാപനത്തിന് ശേഷം മലേഷ്യയിൽ ഇതുവരെയായിട്ടും പിന്നീട് നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം 2001 അടുത്ത നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ബംഗ്ലാദേശിലായിരുന്നു. ഇതേ വർഷം തന്നെ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിലും നിപ്പ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിൽ തന്നെയായിരുന്നു. പിന്നീട് 2018 19 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത നിപ്പയാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു അസുഖം വന്ന് അത് ചികിത്സിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അത് വരാതെ നോക്കുന്നത്. അപ്പോൾ നിപ്പയെ അകറ്റി നിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേത്, എൻഡമിക് ഏരിയയിലുള്ള വവ്വാലുകളിൽ നിന്നും അസുഖമുള്ള പന്നികളിൽ നിന്നും വിട്ടുനിൽക്കുക. രണ്ടാമത്തേത്, വവ്വാലുകൾ കഴിച്ചതോ വാണ്ടതോ ആയ പഴങ്ങൾ കഴിക്കാതിരിക്കുക. മൂന്നാമത്തേത്, വവ്വാലുകൾ പാർക്കുന്ന കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. നാലാമത്തേത്, ആളുകളിൽ നിപ്പ വൈറസിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമ്മൾക്ക് നിപ്പ വൈറസിനെ അകറ്റി നിർത്താം. ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. കുറച്ച് വർഷങ്ങളായി കേരളം പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. നിപ്പ, പ്രളയം, കോവിഡ് ഇവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. 2019 പ്രളയത്തെക്കുറിച്ചാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. കേരളത്തെ ഒന്നടങ്കം വിറപ്പിച്ച 2019 പ്രളയം ഓഗസ്റ്റ് 8 ആരംഭിച്ചത്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് 9 ജില്ലകളിൽ റെഡ് അലേർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. 121 പേരാണ് ഈ പ്രളയത്തിൽ മരിച്ചുപോയത്. Over 2 lakh people have been directly affected by the flood and have been shifted to 1318 relief camp. 2 ലക്ഷത്തിൽ പരം ആൾക്കാർ ഈ പ്രളയത്തിൽ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്തു. അവരെ പിന്നീട് 1318 റിലീഫ് ക്യാമ്പുകളിലേക്ക് മാറ്റി.
1789 വീടുകൾ ഫുള്ളി ഡാമേജ്ഡ് ആയിരുന്നു. 14,542 വീടുകൾ പാർഷ്യലി ഡാമേജ്ഡും. 80 ലാൻഡ് സ്ലൈഡ്സ് ആണ് അന്ന് ഉണ്ടായിരുന്നത്. വെറും 2 ദിവസം കൊണ്ട് 80 ഉരുൾപൊട്ടലുകൾ. The extreme rain were triggered by a depression that formed in northwest Bay of Bengal near Odisha coast. ഒഡീഷ്യൻ തീരങ്ങളിൻ്റെ അടുത്തുള്ള നോർത്ത് വെസ്റ്റ് ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരു ഡിപ്രഷൻ, അതാണ് എക്സ്ട്രീം റെയിനിന് കാരണമായത്. ഈ ഫ്ലഡ് ഉണ്ടാവാനുള്ള എക്സ്ട്രീം റെയിനിന് കാരണമായത്. അതേപോലെ ഈ ഡിപ്രഷൻ അറേബ്യൻ സീയിലുണ്ടായിരുന്ന മൺസൂൺ കറൻറ്റുമായിട്ട് കൂടിച്ചേർന്ന് സ്ട്രെങ്തൻ പ്രാപിച്ചിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഫ്ലഡ് ഉണ്ടാവാനുള്ള കാരണം. ഈ ഫ്ലഡിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് ഹെവി റെയിൻ, ശക്തമായ മഴ. അടുത്തത് ഡിസ്ചാർജ്, മിന്നലുകൾ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു ലാൻഡ് സ്ലൈഡ്സ്, ഉരുൾപൊട്ടലുകൾ. കുറേ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ട് വെള്ളപ്പൊക്കം ശക്തിയായിട്ട് പ്രാപിച്ചു. ഇമ്പാക്റ്റ് ഓഫ് ഫ്ലഡ്സ്, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡാമേജ് ടു പ്രോപ്പർട്ടി, ഡിസ്ട്രക്ഷൻ ഓഫ് ക്രോപ്സ്, ലോസ് ഓഫ് ലൈഫ് സ്റ്റോക്ക്, വാട്ടർ ബോൺ ഡിസീസസ്. ഇവയാണ് പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ ഫ്ലഡ് കാരണം ഉണ്ടായിട്ടുള്ളത്. കുറേ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു, കുറേ പ്രോപ്പർട്ടി നശിച്ചുപോയി. അതേപോലെ വിളകളുണ്ടായിരുന്ന ഡിസ്ട്രക്ഷൻസ്, അതേപോലെ കന്നുകാലികളുടെ നഷ്ടം. പിന്നെ ഇതിൻ്റെ പുറമെ ഉണ്ടായിട്ടുള്ള വാട്ടർ ബോൺ ഡിസീസ്. റെസ്ക്യൂ ഓപ്പറേഷൻ സിസ്റ്റത്തെക്കുറിച്ച് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതോറിറ്റി, കേരള പോലീസ് along with the Indian Air Force, civilians, volunteers, fishermen from coastal Kerala are actively part in the rescue operations. അതേപോലെ തന്നെ 83 നാഷണൽ ഡിസാസ്റ്റേഴ്സ് റെസ്പോൺസ് ഫോഴ്സ് NDRF were deployed in addition to the 173 teams of Army, Navy, Air Force and Coast Guard to take part in the relief operation. ഇവയ്ക്ക് പുറമെ 173 ടീംസിന് പുറമെ 83 നാഷണൽ ഡിസാസ്റ്റേഴ്സ് റെസ്പോൺസ് ഫോഴ്സും റെസ്ക്യൂ ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആനിമൽ റെസ്ക്യൂ വാസ് ക്യാരിഡ് ഔട്ട് ബൈ ലോക്കൽ NGOs. ലോക്കൽ NGOസും ആക്ടിവിസ്റ്റുകളും ആയിരുന്നു ആനിമൽ റെസ്ക്യൂസിൻ്റെ കാര്യം നോക്കിയിരുന്നത്. ഇത് പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ നടന്നത് വയനാട്, നിലമ്പൂർ ഭാഗങ്ങളിലായിരുന്നു. റിലീഫ് ആൻഡ് മോണിറ്ററി എയ്ഡ്, ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ എയ്ഡ് ഓഫ് അപ് ടു 10,000 rupees each of all calamity hit families. ഫ്ലഡ് ബാധിച്ച എല്ലാ ഫാമിലികളിലേക്കും 10,000 രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുകയുണ്ടായി. അതേപോലെ എ സം ഓഫ് 4 lakh would be given to those whose house had been fully damaged. വീട് മൊത്തമായിട്ട് തകർന്ന ആളുകൾക്ക് 4 ലക്ഷം രൂപയും കൊടുത്തു. അതേപോലെ സ്ഥലവും, വീട് നിന്നിരുന്ന സ്ഥലവും അവരുടെ വീടും നഷ്ടപ്പെട്ട ആൾക്കാർക്ക് 10 ലക്ഷം രൂപയും നൽകി. ബിഫോർ എ ഫ്ലഡ് എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടത്? അസംബിൾ ഡിസാസ്റ്റർ സപ്ലൈസ്. ഡിസാസ്റ്റർ സപ്ലൈസിനെ അസംബിൾ ചെയ്ത് വെക്കുക. അതേപോലെ എപ്പോൾ വേണമെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം. റിവ്യൂ യുവർ ഫാമിലി ഡിസാസ്റ്റേഴ്സ് പ്ലാൻ. ഫാമിലി ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കണം. പ്രൊട്ടക്റ്റ് യുവർ പ്രോപ്പർട്ടി. നിങ്ങളുടെ വസ്തുക്കളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഇവയാണ് നമ്മൾ ഫ്ലഡ് വരുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡ്യൂറിങ് ഈ ഫ്ലഡ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഗെറ്റ് ടു ദ ഹൈ ഗ്രൗണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് നമ്മൾ പോകണം. നെവർ ട്രൈ ടു വാക്ക് ഓർ സ്വിം ത്രൂ ഫ്ലോയിങ് വാട്ടർ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലൂടെ നമ്മൾ നീന്താനോ നടക്കാനോ പാടില്ല. ഷട്ട് ഓഫ് ദ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റികളൊക്കെ ഷട്ട് ഓഫ് ചെയ്തിരിക്കണം. ആഫ്റ്റർ എ ഫ്ലഡ് എന്തൊക്കെ കാര്യങ്ങളാണ്? ട്രാവൽ വിത്ത് കെയർ. നല്ല ശ്രദ്ധയോടെ നമ്മൾ നടക്കുക. ഇഫ് എ ബിൽഡിംഗ് വാസ് ഫ്ലഡഡ്, ചെക്ക് ഫോർ സേഫ്റ്റി ബിഫോർ എൻറ്ററിങ്. ഒരു ബിൽഡിംഗ്
ഫ്ലഡിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പിന്നീട് കയറുന്ന സമയത്ത് നമ്മൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുക്കണം. യൂസ് എക്സ്ട്രീം കോഷൻ വെൻ എൻറ്ററിങ് ബിൽഡിംഗ്. ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ്. പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടിയ ശേഷം നമ്മൾ അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാടുള്ളൂ. ഇനി ഇവിടെ പറയുന്നത് ക്യാൻ ഫ്ലഡ് ഹാപ്പൻ എനി ടൈം ഓർ എനിവർ. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഫ്ലഡ് നടക്കാം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി പ്രക്ഷോഭങ്ങൾ പല സമയങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്ത് നമ്മൾ എപ്പോഴും ഫ്ലഡിന് വേണ്ടി തയ്യാറായിരിക്കണം. താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ദുരന്തങ്ങളായ നിപ്പയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചുമാണ്. എന്നാൽ ഈ ലോകത്തെ തന്നെ കീഴടക്കിയ മഹാമാരിയായ COVID-19 കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാട്ടുന്നത്. കൊറോണ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് COVID-19. ഈ രോഗികൾക്ക് പിന്നീട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. മാത്രവുമല്ല COVID-19 നിന്നും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൂടാതെ രോഗമുക്തരാകുന്നുമുണ്ട്. പ്രായം ചെന്ന ആൾക്കാരിലും കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഡയബറ്റീസ്, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ക്യാൻസർ പോലെ അസുഖങ്ങൾ ഉള്ളവരിലും ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നോവൽ കൊറോണ വൈറസ് എന്നത് മുമ്പ് മനുഷ്യരിൽ കണ്ടിട്ടില്ലാത്ത തരം ഒരു പുതിയ സ്ട്രെയിനാണ്. കൊറോണ വൈറസിൻ്റെ രൂപമെന്നാൽ വൈറസിൻ്റെ ചുറ്റും സ്പൈക്സ് പോലെ നൽകുന്ന ഒന്നാണ്. SARS-CoV-2 സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2 എന്ന നോവൽ കൊറോണ വൈറസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് റെസ്പിറേറ്ററി ഇൽനെസ്സിൻ്റെ ഔട്ട്ബ്രേക്ക് മൂലം 2019 ചൈനയിലെ വുഹാനിലാണ്. ഈ വൈറസ് മൂലമുള്ള രോഗത്തെ COVID-19 എന്ന് അറിയപ്പെടുന്നു. കുറച്ചു മുമ്പുള്ള കണക്ക് പ്രകാരം ലോകത്ത് ഏകദേശം 3,71,57,427 ആൾക്കാർക്കാണ് കൊറോണ ഉണ്ടായത്. അതിൽ 10,73,404 പേർ മരിക്കുകയും 2,79,22,434 പേർ റിക്കവർ ആവുകയും ചെയ്തു. COVID-19 കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു വൈറസ് രോഗമാണ്. ഇത് ബാക്ടീരിയ രോഗമല്ല. കൊറോണ വൈറിഡെ എന്ന ഫാമിലിയിൽപ്പെട്ട വൈറസാണ് COVID-19 രോഗത്തിന് കാരണം. വൈറസിനെതിരെ ആൻറ്റിബയോട്ടിക്സ് പ്രവർത്തിക്കുന്നില്ല. COVID-19 ഉള്ള ആൾക്കാർക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻ മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും ചാൻസ് ഉണ്ട്. COVID-19 മോസ്റ്റ് കോമൺ സിംറ്റംസ് ആണ് അടുത്തത്. ഫസ്റ്റ് സിംറ്റംസ് എന്നത് ഫീവർ ആണ്. ഫീവർ എന്നത് ഷിവറിങ്, ഷേക്കിംഗ്, ചിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ പെയിൻ ഓൺ മസിൽസ്, ജോയിൻറ്റ്സ് ആൻഡ് ബോഡി പാർട്സ്. നെക്സ്റ്റ് സിംറ്റം കഫ് അഥവാ ചുമ ആണ്. കഫ് എന്നാൽ രോഗികളുടെ ശ്വസന വഴികൾ വീങ്ങുകയും വീർക്കുകയും കൂടുതൽ മ്യൂക്കസ് പുറത്തു വരുന്നത് മൂലം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആണ് അടുത്ത കോമൺ സിംറ്റം. ഇതിന് പ്രധാന കാരണം ആസ്മ, ഹേർട്ട് ഫെയിലിയർ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPD, ന്യൂമോണിയ, ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് തുടങ്ങിയവയാണ്. നെക്സ്റ്റ് സോർ ത്രോട്ട് ആണ്. ഇതുമൂലം എന്തെങ്കിലും വീങ്ങുമ്പോഴോ അല്ലാതെപ്പോയോ തൊണ്ടയിൽ പെയിൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകും. കോൾഡ് ഫ്ലൂ പോലത്തെ അണുബാധക്കൊപ്പവും ഇത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടുത്ത സിംറ്റം ആണ് ഹെഡ് ഏക്ക്. ഇത് ചിലപ്പോൾ മറ്റുള്ള സിംറ്റംസിനോടൊപ്പവും ഉണ്ടാകും. ഷാർപ്പായിട്ടോ അല്ലെങ്കിൽ ഡള്ളായിട്ടോ തലയുടെ പല ഭാഗത്തും ഉണ്ടാകുന്ന വേദനയാണ് ഇത്. അടുത്തത് COVID-19 മെയിൻ ഇമ്പാക്ട്സ് ആണ് പറയുന്നത്. ദ എയർ ഈസ് ക്ലീനർ ആൻഡ് ദ എൻവയോൺമെൻറ്റ് ഈസ് ഗ്രീനർ, നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ ഫ്യൂൽ പ്രൈസ് കുറഞ്ഞത്, ക്രൈം ഇൻസിഡൻസ് ബിക്കം റെയർ, ക്രൈംസുകളുടെ എണ്ണം മുമ്പത്തെ അപേക്ഷിച്ച് കുറഞ്ഞു. അതുപോലെ ബൂസ്റ്റിംഗ് ലൊക്കാലിസം, വൈൽഡ് ലൈഫ് റീജുവനേറ്റിംഗ്, വന്യജീവികൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ COVID-19 കാലത്ത് ഹീറോസ് ആണ്. ഡോക്ടേഴ്സ്, നഴ്സസ്, പോലീസ് ഓഫീസേഴ്സ്, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവരാണ് നമ്മളുടെ കോവിഡ് കാലത്ത് ഹീറോ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. അതിൻ്റെ മുൻകരുതൽ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കൈ നല്ലതുപോലെ വൃത്തിയായി കഴുകുക എന്നതാണ്.
ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ സോപ്പ്, ഹാൻഡ് വാഷ്, സാനിറ്റൈസേഴ്സ് എന്നിവ ഉപയോഗിക്കുക. ചുമക്കുന്നതിന് മുമ്പ്, തുമ്മുന്നതിന് മുമ്പ് ശേഷവും, ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പും ശേഷവും, കഴിക്കുമ്പോഴും, രോഗികളെ കെയർ ചെയ്യുമ്പോഴും കൈ നല്ലതുപോലെ കഴുകണം. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും കൈയുടെ എൽബോ കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ കവർ ചെയ്യണം. യൂസ് ചെയ്ത ടിഷ്യൂ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യുകയും വേണം. കോൾഡ്, ഫ്ലൂ പോലുള്ള സിംറ്റമുള്ള ആൾക്കാരുമായി ബന്ധം പരമാവധി ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. പനി, ചുമ, ശ്വാസതടസ്സം പോലുള്ളവ കണ്ടാൽ പെട്ടെന്ന് മെഡിക്കൽ കെയർ ആവശ്യപ്പെടുന്നത് നല്ലതാണ്. രോഗികളുമായി അനാവശ്യമായ ബന്ധപ്പെടലുകൾ പരമാവധി ഒഴിവാക്കുക. അവരുപയോഗിച്ച ഈറ്റിംഗ് യൂട്ടൻസിൽസ്, ഡിഷസ്, ഡ്രിങ്ക്സ്, ടവൽസ് എന്നിവ ഷെയർ ചെയ്യാതിരിക്കുക. കേരള ഗവൺമെൻറ്റിൻ്റെ COVID-19-നെതിരെയുള്ള ഒന്നാണ് ബ്രേക്ക് ദ ചെയിൻ എന്നത്. ഇതിലൂടെ COVID-19 പകരുന്നത് പരമാവധി കുറയ്ക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെ ഈ COVID-19 കാലത്ത് മെയിൻ നമ്മൾ പാലിക്കേണ്ട ഒന്നാണ് സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. COVID-19 കുറിച്ചുള്ള പ്രധാന അറിവുകൾ നിങ്ങളിലേക്ക് എത്തി എന്ന് കരുതുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിലുണ്ടാകുന്ന സുഗന്ധത്തെയാണ് പെട്രിക്കോർ എന്ന് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഈ പേരിൻ്റെ ഔചിത്യം എന്തെന്ന് പലരും ചിന്തിച്ചു കാണും. എല്ലാ ഡിസാസ്റ്റേഴ്സും ഒരു മഴ പോലെ പെയ്തു കഴിഞ്ഞാൽ ഒരു സുഗന്ധം വരാനിരിക്കുന്നുവെന്ന് പോസിറ്റീവായി നമുക്ക് ചിന്തിക്കാം. താങ്ക് യു ഓൾ.